തമ്പനിയിൽ കണ്ടുപോലെ തന്നെയാണ് ഗൈസ്. അതെ, റെയറസ്റ്റ് പ്ലേ സ്റ്റേഷൻ എവർ. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചധികം ആൾക്കാരുള്ള പ്ലേ സ്റ്റേഷൻ്റെ 3 ഫ്യൂച്ചർ ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോ കിടക്കാം, കമോൺ. എൻ്റെ കയ്യിലുള്ളത് പ്ലേ സ്റ്റേഷൻ 2 സ്ലിം മോഡലാണ്. 2000 മെയ് 4 ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഏകദേശം വിറ്റുപോയത് 155 മില്യൺ പ്ലസ് ആൾക്കാരാണ് ഇത് സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ഈ PS3, PS4, PS5 എടുക്കുമ്പോൾ അത് വാങ്ങിച്ചതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 87, 117 മില്യൺ ആ റേഞ്ച് ആണെങ്കിൽ പ്ലേ സ്റ്റേഷൻ 2 വിറ്റ് പോയത് 155+ മില്യൺ. അതായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ റയറസ്റ്റ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ വെച്ച് നോക്കുമ്പോൾ പ്ലേ സ്റ്റേഷൻ 2 അങ്ങനെ ആരുടെത്തുമില്ല. കാരണം അതിൻ്റെ ഒരു അപ്ഡേഷൻ കാരണമായിരിക്കും 2026 ഒരു മോഡലിൻ്റെ ആവശ്യം എനിക്ക് വേണമെന്ന് തോന്നുന്നില്ല. കാരണം ഏകദേശം 36 MB ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. 36 MB എന്ന് പറയുമ്പോൾ 1 GB അല്ല, 500 MB അല്ല, 100 MB അല്ല, 32 MB റാമിൻ്റെ ഒരു സംഭവത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് വളരെ വീക്കാണ് 2026. ഈവൻ ദോ ഇതിൽ GTA San Andreasഉം അതുപോലെ തന്നെ വൈസ് സിറ്റിയും ഒക്കെ കിടലായിട്ട് ഓടുന്നുണ്ട്. ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറയാണ്. ഒരു പ്ലേ സ്റ്റേഷൻ 2-നൊപ്പം കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാമറ വേണമെങ്കിൽ ഇത് പറയാം. ഒരു iToy എന്നാണ് വിളിക്കുന്നത്, iToy. ഇതിൻ്റെ ക്വാളിറ്റി വേണമെങ്കിൽ ഒരു 144p to 244p ക്വാളിറ്റി കിട്ടും. ഇതിന് മെയിൻ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്യാപ്ചറിങ് ആണ്, അല്ലാണ്ട് സ്ട്രീമിങ്ങും ആ സംഭവത്തിലുള്ള പരിപാടിയല്ല. ക്യാപ്ചറിങ്, നമ്മുടെ ഗെയിം പ്ലേ ക്യാപ്ചർ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുക്കുകയാണ് സംഭവം, ആ പരിപാടി. അപ്പോൾ ക്യാമറ ഈസ് സെക്കൻഡ് റെയറസ്റ്റ് തിങ്. മൂന്നാമത്തെ റെയറസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു DVD ആണ്. കാരണം 2000 നമുക്കറിയാം, 2000 കാലഘട്ടങ്ങളിൽ ആ സമയത്ത് DVD പ്ലേസിൻ്റെ ഒരു വില ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. അന്നത്തെ പ്ലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കോൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DVD ആണ്. കാരണം ഇതില്ലാണ്ട് കളിക്കാൻ പറ്റില്ല എന്ന് തോന്നും. ഇന്നൊക്കെ എല്ലാം നമ്മുടെ ഈ പ്ലേ സ്റ്റേഷൻ 5 മറ്റേ ഗെയിം സ്റ്റോറൊക്കെ വന്ന് അന്ന് പറയുമ്പോൾ DVD ഇസ് ദ ബെസ്റ്റ്. സോ ഈ കാണുന്ന DVD ഏകദേശം 4000+ ഗെയിംസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് 4000 ഗെയിംസ് കളിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലത്തെ ഗെയിംസ് അല്ല. ഇപ്പോഴത്തെ ഒരു ചെറിയ കുട്ടികൾ പോലും എവോയ്ഡ് ചെയ്യുന്ന ഗെയിംസാണ് അപ്പോൾ കളിച്ചിരുന്നത്. പക്ഷേ നൗ ഈ പ്ലേ സ്റ്റേഷൻ 2 സ്ലിമ്മിൽ നിങ്ങൾക്ക് കൂടിപ്പോയാൽ GTA San Andreas, വൈസ് സിറ്റി ഇത്തരത്തിലുള്ള ഗെയിംസ് കളിക്കാം. എന്നിരുന്നാൽ പോലും 2026 ഈ മോഡലിൽ വർത്താണോ വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് ടെൽ ദാറ്റ്. ബട്ട് ഇതിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ 18,500 മുതൽ 20,000 റേഞ്ചുള്ള ഒരു പ്രൊഡക്റ്റിനെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് കുറേ. എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലേ സ്റ്റേഷൻ 5ൻ്റെ വില ഏകദേശം 50,000, 55 റേഞ്ച് ഉണ്ട്. അത് ഈ സമയത്ത് അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ സമയത്ത് ഇത് 20 കൊടുക്കുമ്പോൾ എപ്പോൾ 2000. എന്നിട്ട് ആൾക്കാർ 155 മില്യൺ പ്ലസ് ആൾക്കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ സംതിങ് ബിഗ് ഇസ് ബിഹൈൻഡ് ദർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ വീഡിയോ, ഇതിൻ്റെ മൊത്തം ഒരു ഗെയിമിംഗ് വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. കാരണം ഇത് വർക്ക് ചെയ്യത്തില്ല. ഞാൻ അതിൻ്റെ CD-യും എല്ലാം കാര്യം നോക്കി. കാരണം ഈ CD സ്ക്രാച്ചാണ്. അപ്പം ഇതിൻ്റെ ഞാൻ ഒരു മുന്നേ കളിച്ച വീഡിയോ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു ഷോർട്ടിൽ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇതിനൊപ്പം ഒരു ജോയ്സ്റ്റിക്കും കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഐ തിങ്ക് ഈ ജോയ്സ്റ്റിക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. കാരണം സോണി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി ജോയ്സ്റ്റിക്കാണ്. പ്ലേ സ്റ്റേഷൻ 5ൻ്റെ പോലെ സംഭവം എന്നല്ല, എന്നാലും ട്രിഗേഴ്സൊക്കെ ഉണ്ട്. കണ്ട നമുക്ക് വേണമെങ്കിൽ PUBG, ഫ്രീ ഫയർ സുഖം കളിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തേ. കാരണം ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഏകദേശം ഒരു 8 വർഷങ്ങളായി ഞാനൊരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. സോ ദിസ് വുഡ് ബി മൈ ഫസ്റ്റ് വീഡിയോ. സോ കാണുന്നത് എല്ലാവരും ചിലപ്പോൾ ഒരു 5-10 വ്യൂസ് ആയിരിക്കും, 50 വ്യൂസ് ആയിരിക്കും, 40 വ്യൂസ് ആയിരിക്കും. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്ക്. സോ അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം, അടുത്ത വീഡിയോയിൽ വരാം. അതുകൊണ്ട് എല്ലാവർക്കും ബൈ. Signing off, Adam Nabith.